എന്റെ വീട്ടിൽ ഇ.ഡി. സംഘം റെയ്ഡിന് വന്നപ്പോൾ രാഹുൽ ഗാന്ധി മിണ്ടിയില്ല എന്നാണ് പിണറായി വിജയന്റെ പരാതി. കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം രാഷ്ട്രീയ ചട്ടുകമാണ്, എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്ന് മുഷ്ടി ചുരുട്ടുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് വീണ വിജയൻ ഇതുപോലൊരു കെണിയിൽ പോയി ചാടിയത് എന്ന് പറയാത്തത് വിചിത്രം തന്നെ. താൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്റെ മകൾ തന്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനവുമായി ഒരു പണിയും ചെയ്യാതെ ഇടപാടുണ്ടാക്കി കാശ് വാങ്ങിച്ചു എന്നത് പിണറായി വിജയൻ ഒരു തെറ്റായി തോന്നാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇതാണോ CPMന്റെ മൂല്യം? ഇതാണോ ഇടതുപക്ഷ ആശയം? ഇതിനെ ചോദ്യം ചെയ്യാതെ അന്ധമായി പിന്തുണയ്ക്കുകയാണോ CPMന്റെ പോളിറ്റ് ബ്യൂറോയും ജനറൽ സെക്രട്ടറിയും സംസ്ഥാന ഘടകവും എല്ലാം ചെയ്യേണ്ടത്? ഇതിനുവേണ്ടി പാവം സഖാക്കളെ തെരുവിലിറക്കുന്നത് ശരിയാണോ? എന്തായാലും ഒരു കാര്യം വളരെ പോസിറ്റീവാണ്. ഒരുപാട് പേർ എന്താണ് വീണ ചെയ്തത്, എന്താണ് വീണയുടെ കരാറിന്റെ വിശദാംശം എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തിരുത്തലുകളാണ് കൂടുതലായി വേണ്ടിവരുന്നത്. ഇ.ഡി. സംഘത്തെ ആക്രമിച്ച തിരുവനന്തപുരത്ത് വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ഇതുവരെ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഈ കേസിൽ പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനുവാണ് പാർട്ടി ഭാരവാഹിത്വമുള്ളയാൾ. പിന്നെ എല്ലാവരും അണികൾ. വധശ്രമം കൂടാതെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ, വാഹനം തകർക്കൽ, ജോലി തടസ്സപ്പെടുത്തൽ എന്നിങ്ങനെ പോകും മറ്റു വകുപ്പുകൾ. കുറഞ്ഞത് 3 തവണയെങ്കിലും റിമാൻഡ് നീട്ടിയതിനു ശേഷം മാത്രമേ ജാമ്യത്തെക്കുറിച്ച് ആലോചന നടക്കൂ എന്ന് അഭിഭാഷകർ പറയുന്നു. ഇ.ഡി. ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു എന്നതൊക്കെ ആയതിനാൽ സെഷൻസ് കോടതിയും കടന്ന് ചിലപ്പോൾ ഹൈക്കോടതി വരെ ജാമ്യത്തിനായി പോകേണ്ടിയും വന്നേക്കാം. ചുരുക്കിപ്പറഞ്ഞാൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തന്നെ തുടരും. വീണ തൈക്കണ്ടിയിൽ സ്വന്തം കേസും സുഖമായ ജീവിതവുമായി മുന്നോട്ടു പോകും. M.V. ഗോവിന്ദനും കടകംപള്ളിയും V. ജോയിയും പാർട്ടി കാര്യവും കുടുംബകാര്യവും നോക്കിയിരിക്കും. IP ബിനുവും കൂട്ടുപ്രതികളും ചുരുങ്ങിയത് 1 മാസമെങ്കിലും ജയിലിൽ കിടക്കും.